ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കും, പിന്നീടും അവിടെ ആക്രമണം തുടരുകയും ഒക്കെ ചെയ്യുന്നു. ഒരു വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കിന് ലോകത്തിന് മുന്നിൽ ഇങ്ങനെയാണോ? പക്ഷേ പുള്ളിയുടെ രാജ്യത്തൊന്നും പറ്റുന്നില്ലല്ലോ സാറേ, മറ്റുള്ള രാജ്യത്തല്ലേ പറ്റുന്നേ. അത് ശരിയാണ്. പുള്ളിയുടെ രാജ്യത്ത് നിന്ന് പണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഇവര് ഈ രാജ്യക്കാരുടെ പണം 10-27 പോകുന്നുണ്ട് ലക്ഷം മറ്റുള്ള. രൂപയുള്ള ഒരു ഡ്രോൺ വിടും, അതിനെ തകർക്കാൻ വേണ്ടി അവരുടെ 10-35 കോടി രൂപ വില വരുന്ന ഓരോ പേട്രിയറ്റ് അതാണ് മിസൈലുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവര് പുള്ളി 100, 100, ചെയ്യുന്ന 1000 ഒക്കെയാണ് പടപടാ വിട്ടുകൊണ്ടേയിരിക്കുന്നത്. പുള്ളി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യക്കാരനെ സാമ്പത്തികമായിട്ട് തീർക്കുക. ഇതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പരിപാടി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സിന്ധൂർ ഓപ്പറേഷൻ വരെയും പുള്ളിയാണ് നിർത്തിയെന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം പുള്ളി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക തന്നെ. അതിന് പ്രതികരിച്ചു പോയില്ല നമ്മുടെ പ്രധാനമന്ത്രി. അതും ഒരു തെറ്റാണ്. പക്ഷെങ്കിൽ പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്, 5 ദിവസം വെടിനിർത്തി എന്ന് പറഞ്ഞു, പിറ്റേ ദിവസം തീറ്റി. ഇതൊക്കെ എന്താണ് താ നടക്കുന്നത്? ഇതാണോ ലോകം? പുള്ളി എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നു, എല്ലാം നടപ്പാക്കുന്നു എന്ന് പറയുന്നു. പുള്ളിക്ക് ഭ്രാന്താണെന്ന് തന്നെ സംശയമുണ്ട്. എന്നുവെച്ചാൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിയുന്നുകൊണ്ട് പുള്ളി ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നുണ്ട്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ പുള്ളി പറയുന്നത് വെടിനിർത്തി, സംഭവം ശരിയാണ്. ഇന്ന് ജനങ്ങൾ ഇന്ത്യയിൽ പോലും ജീവിക്കുന്നത് എങ്ങനെ സാറേ? ഞാനൊരു ഹോട്ടൽ പണിക്കാരനാ. ഇന്ന് ഗ്യാസ് കിട്ടാറുണ്ടോ? ഒരു ഹോട്ടൽ പണിക്കാരന്റെ ജീവിതം എങ്ങനെയായിരുന്നു ഇപ്പൊ അറിയോ? അതെ, പോലെയുള്ള നിരവധി പേർക്ക് ഞാനൊരു ഹോട്ടൽ പണിക്കാരനാ. 40 വർഷമായിട്ട് ഹോട്ടലിൽ പണിയുന്ന വ്യക്തിയാണ്. പക്ഷെങ്കിൽ ഇന്ന് ഗ്യാസ് ഇല്ല. ഹോട്ടലില് അടച്ചിട്ടിരിക്കുകയാണോ? അടച്ചിട്ടിരിക്കുവല്ല, നമ്മൾ അടുത്ത പറമ്പ് മേടിച്ച് വിറക് വെച്ച് കത്തിച്ച ഉണ്ടാക്കുന്ന ഇപ്പൊ. എന്ന് വെച്ചാൽ ഇപ്പൊ ടൗണുകളിൽ വിറക് കത്തിക്കാൻ പറ്റുമോ സാറേ? അതെ, അത് പറ്റുന്ന ഗ്രാമങ്ങളിലല്ലാതെ ഇപ്പൊ ഗ്രാമങ്ങളിൽ മാത്രം നടക്കുള്ളൂ. ഇപ്പൊ ടൗണിലൊക്കെ ഇപ്പൊ എറണാകുളം സിറ്റിയിൽ വിറക് കത്തിക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ തുണിക്കട, സ്വർണ്ണക്കട, മറ്റുള്ള എല്ലാം ഫ്ലാറ്റുകള് എല്ലാം അതിന് കീഴിൽ ചായക്കട, അടുപ്പ് കത്തിക്കാൻ പറ്റുമോ? ഈ ട്രംപിന്റെ യുദ്ധവരെയുടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളെ പോലുള്ള ആളുകൾ കൂടിയാണ്. സാധാരണപ്പെട്ട എത്രയോ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്നിട്ട് പറയുന്നു ഞാൻ യുദ്ധം 10 ദിവസം നിർത്തി, എന്നിട്ട് അന്നേരം തന്നെ കുറ്റിക്കൊണ്ടിരിക്കുക. ഇവന് ഭ്രാന്താണെന്ന് സംശയമുണ്ട്. യാതൊരു സംശയവും ഇല്ല. ട്രംപിന് ഭ്രാന്ത് തന്നെയാ. ഒന്നെങ്കിൽ ഇവനെ ശ്രീ ബിനോയ് ആണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ ബിനോയ്, ഈ അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലെ ഒരാളൊക്കെ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ആ വാക്കിന് ഒരു വിലയുമില്ലാത്ത അവസ്ഥ. ഈ പുള്ളി അവിടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അവസാനം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണോ അവർ? നമസ്കാരം കിരൺ. നമസ്കാരം. അമേരിക്കയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര വാല്യൂ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ നേതാവ് തന്നെ ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. പക്ഷേ ഇന്നത് മാറി. വാക്കിന് നെറിയില്ലാത്തവന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. എല്ലാ പ്രസിഡന്റുമാരെയും പറയുന്നില്ല, വാക്കിന് നെറിയില്ലാത്തവന്റെ പേരാണ് ട്രംപ്. ഇപ്പൊ ട്രംപിന്റെ ഉദ്ദേശം ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ലോകത്ത് മൊത്തം യുദ്ധം ഉണ്ടാക്കിയിട്ട് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവും ഒരു കേടുപാടും ഒന്നുമല്ല. പക്ഷെ അമേരിക്കൻ ഗവൺമെന്റ് ഓരോ ദിവസവും പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചോളം വിഷയമല്ല, അയാൾ ലോകത്തെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ ഇത്രയും പ്രായമുള്ള അയാളുടെ മനോനില ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പാവങ്ങളായ ലോകത്തുള്ള പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലുള്ള ആളുകളെ പരസ്പരം അടുപ്പിച്ച് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം വിചാരിച്ചു പേടിപ്പിച്ച് 2, 3, 4 ദിവസം കഴിയുമ്പോൾ യുദ്ധം അങ്ങ് തീരുമെന്ന്. ഇപ്പൊ തല കൊണ്ടുവച്ചിട്ട് എടുക്കാനും വയ്യ, ഇടാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ട്രംപ് നിൽക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും കൂടി ചെയ്തിട്ടുള്ള ലോകത്ത് എല്ലാ രാജ്യങ്ങളും കൂടി ചെയ്യേണ്ടുള്ളത് ട്രംപിനെയും അമേരിക്കയെയും ബഹിഷ്കരിക്കുക. ട്രംപും അമേരിക്കയും ഇല്ലെങ്കിലും നമുക്കിവിടെ നല്ലത് കണക്ക് ജീവിക്കാം, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പൊ ട്രംപ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില അദ്ദേഹം മോണോപോളി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് മൊത്തം കാണിക്കുന്നത്, ഈ ഡ്രാമ മൊത്തം കാണിക്കുന്നത്. എന്നിട്ട് ഇന്നലെ പറഞ്ഞു 10 ദിവസത്തേക്ക് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ വെടിനിർത്താൻ പോകുന്നു. ഇന്നലെയൊക്കെ ദുബായിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നില്ല, ഇന്നും ഇന്നലെയും ഒക്കെ അദ്ദേഹം വീണ്ടും, അതായത് പറയുന്ന വാക്കിന് നെറിയില്ല. അദ്ദേഹം വന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആ കസേരയുടെ വില താഴോട്ടിങ്ങ് പോയി. എനിക്ക് പറയാനുള്ളത് ഇന്ത്യ മഹാരാജ്യം, നമ്മളുടെ മാതൃരാജ്യം ഒരിക്കൽ പോലും അമേരിക്കയായിട്ട് ഒരു സന്ധി സംഭാഷണമോ ഒരു കരാറോ ഒന്നും ചെയ്യാൻ വയ്യ. നമ്മൾ പശ്ചിമേഷ്യയോടൊപ്പം നിൽക്കണമെന്ന് വീണ്ടും ഇപ്പോഴല്ല, ഞാൻ എല്ലാ ചർച്ചകളിലും പറയാറുണ്ട്, ഇന്ത്യയുടെ നിലപാട് പുനഃപരിശോധിക്കണം. നമ്മളുടെ നിലപാട് ശരിയാണോ എന്ന് നമ്മൾ 145 കോടി ഇന്ത്യക്കാരുടെ മനസ്സ് കൊണ്ടുപോയി അമേരിക്കയ്ക്ക് പണയം വെക്കരുത്.
ബഹുമാനീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, ഈ അമേരിക്കയുടെയും ഇസ്രായേലും ചേർന്ന് കഴിഞ്ഞാൽ ലോകത്താരെയും ഒറ്റ നിമിഷം കൊണ്ട് അടിച്ചിടാം, അല്ലെങ്കിൽ ഞങ്ങൾ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും ട്രംപും നെതന്യാഹുവും ചേർന്ന് ആക്രമണം തുടങ്ങിയത്. ഇപ്പോൾ ശരിക്കും അടി പതറി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിൽ, പറഞ്ഞ വാക്ക് പോലും പാലിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഗതികെട്ട് നിൽക്കുകയാണോ ഈ അമേരിക്കൻ ഭരണകൂടം? നമസ്കാരം കിരൺ. നമസ്കാരം. അതെ, ഭയങ്കരമായിട്ട് നാണം കെട്ട് പുള്ളി അങ്ങ് മടുത്ത് കേട്ടോ. പുള്ളിക്ക് വയ്യ. പുള്ളി അങ്ങ്, താങ്കൾ പറഞ്ഞാൽ പുള്ളി അങ്ങ് ക്ഷീണിച്ച്, അമേരിക്കയൊക്കെ അങ്ങ് ക്ഷീണിച്ച്, ഇസ്രയേലൊക്കെ അങ്ങ് ക്ഷീണിച്ച് തളർന്നു പോയി മിസ്റ്റർ കിരൺ. എന്തുവാ പറയാനേ, ഇറാന്റെ ഓരോ മിസൈലൊന്നും അവരെ കൊണ്ട് താങ്ങാനുള്ള കഴിവൊന്നുമില്ല. പാവ അമേരിക്ക എടുത്തൊക്കെ ചാടിപ്പോയി കേട്ടോ, യുദ്ധത്തിനൊക്കെ വേണ്ടി എടുത്ത് ചാടി. പിന്നെ ഒരു കാര്യം, ഞാനിതൊക്കെ പറയുമ്പോ താങ്കളുടെ പ്രോക്സി ആയിട്ടുള്ളവർ വന്നെന്നെ ഇനി അടുത്ത് എടോ പ്രദീപേ എന്നൊക്കെ വിളിച്ചോ, അല്ല തെറിയൊക്കെ വിളിക്കോ അറിയില്ല. താങ്കൾ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കണ കണ്ടു. അതിനുള്ള ഡോസ് ഞാൻ 2 ദിവസം മുമ്പ് തിരികെ കൊടുത്തായിരുന്നു. ഇറ്റ്സ് ഓക്കെ. മിസ്റ്റർ കിരൺ, അമേരിക്ക എന്നുള്ളത് ഗുഡ് കോപ്പ് ആൻഡ് ബാഡ് കോപ്പ് എന്ന് പറയും. ഈ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നല്ല പോലീസുകാരനും കാണും, അഴുക്ക പോലീസുകാരും കാണും. ഒരാള് ഇടിക്കുമ്പോൾ പറയും, മറ്റേ പോലീസ് പറയും അയ്യോ അവനെ ഇടിക്കല്ലോ പാവണം എന്ന് പറയും. സോ ദ സെയിം പോളിസിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അമേരിക്ക പറയുന്നു ഞാൻ 5 ദിവസം നിർത്തും, 10 ദിവസം നിർത്തും. അതേസമയം തന്നെ ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ ഏറ്റവും കൂടുതൽ അടി വാങ്ങുന്നത് ആരാണ്? അല്ല, അത് തന്നെയാണ് ശ്രീ പ്രദീപ് ചോദിച്ചത്. അമേരിക്ക ലോകത്തെ നമ്പർ 1 രാജ്യമാണെന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ പ്രസിഡന്റ് ഒരു വാക്ക് പറയുമ്പോൾ ഒരു ചെറിയ വിലയെങ്കിലും ഒക്കെ ആളുകൾ കൊടുക്കും. ആ അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലേ. പക്ഷെ അത്ര പോലും വിലയില്ലാതെ ഒരു വെറും നാണം കെട്ട രീതിയിലേക്ക് പിൻവാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിൽ പരം ഒരു നാണക്കേട് ലോകത്ത് ട്രംപിനോളം അങ്ങനെ നാണക്കേട് ഏറ്റുവാങ്ങിയിട്ടുള്ള ഭരണാധികാരി ആരാണ്? ട്രംപ് ഈസ് മനുഷ്യനാണ്. അയാളൊരു ബിസിനസ്മാനാണ്. അയാൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അയാൾ ബിസിനസ്മാനും മനുഷ്യരും ഒക്കെ അതൊക്കെ ആവാം. പക്ഷേ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇന്ത്യയുടെ മെക്കെട്ട് കയറാൻ വന്ന ഇന്ത്യ വിടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു യുദ്ധതന്ത്രമുണ്ട് മിസ്റ്റർ കിരൺ. നമ്മുടെ തന്ത്രമൊക്കെ കുറെ കാലമായി 2 ദിവസം കൊണ്ട് തീർക്കാൻ വന്നവരല്ലേ, ആഴ്ചകളായി. ആ തന്ത്രമൊന്നും എങ്ങും ഏശുന്നില്ല. ലോകത്ത് 2ാമത്തെ ഏറ്റവും വലിയ ശക്തിയായ റഷ്യ വിചാരിച്ചിട്ട് ഉക്രൈൻ ഇതുവരെ തീർക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ അമേരിക്ക വിചാരിച്ചാൽ എങ്ങനെ തീർക്കാൻ പറ്റും? ആ ഒരു ബോധം ഉണ്ടായിരുന്നാൽ മതി. ബോധം എനിക്ക് മാത്രമല്ല, നിങ്ങൾ നാട്ടിലിരുന്നുകൊണ്ട് കുരുടൻ ആനയെ കാണുന്നത് പോലെ പറയാതെ റിയാലിറ്റി പറയൂ. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഇറാനകത്ത് ഇപ്പൊ ശരിക്കും ഒരു ലീഡർഷിപ്പ് ഉണ്ടോ? ഒരു ലീഡർഷിപ്പ് അവിടെ ഇല്ല. അവിടെ പണ്ട് തന്നെ പ്രദീപ്, അവിടെ ലീഡർഷിപ്പ് അയത്തുള്ള ഖമേനയെ കൊല്ലുമ്പോൾ അമേരിക്ക അടക്കം കരുതിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.